പ്രധാന വാർത്തകൾ. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചു. മരിച്ചത് നെല്ലാറച്ചാൽ പുതുപ്പാടി ഉന്നതിയിലെ ഗോകുൽ. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഗോകുലിനെയും ഇന്നലെ കോഴിക്കോട് നിന്നും കണ്ടെത്തിയിരുന്നു. രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഗോകുൽ രാവിലെ ശുചിമുറിയിൽ കയറി ഷർട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവം പ്രതിഷേധവുമായി ബിജെപിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ച്. വരും ദിവസങ്ങളിൽ സമരം പ്രഖ്യാപിച്ച വിവിധ സംഘടനകൾ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. കർണാടകയിൽ വാഹനാപകടം, 2 പേർ മരിച്ചു. മരിച്ചത് മലപ്പുറം സ്വദേശികൾ. അപകടം ഇന്ന് രാവിലെ ബേഗൂരിന് സമീപം. പരിക്കേറ്റ മറ്റ് 3 പേർ മൈസൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിൽ. അപകടം കേരള രജിസ്ട്രേഷൻ കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലറും കൂട്ടിയിടിച്ച്. കന്തൻപാറയിലും പരിസരങ്ങളിലും കാട്ടാനക്കൂട്ടം. പുൽപ്പള്ളി ചാത്തമംഗലത്ത് കാട്ടാന ഇറങ്ങി വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചു. പുലിഭീതിയിൽ ചീരാൽ കല്ലിങ്കര പ്രദേശം. കമ്പളക്കാട് ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 കുട്ടികൾക്ക് പരിക്ക്. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ചെതലയത്തെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർക്ക് നിരാശ. സഞ്ചാരികളെ നിരാശരാക്കുന്നത് ഇങ്ങോട്ടുള്ള പ്രവേശനം വനംവകുപ്പ് നിരോധിച്ചത്. സർക്കാരിന് വരുമാനവും നിരവധി പേർക്ക് തൊഴിലും പ്രദേശത്തിന്റെ വികസനവും സാധ്യമാകുന്ന വിനോദസഞ്ചാര കേന്ദ്രം സഞ്ചാരികൾക്കായി തുറന്നു നൽകണമെന്ന് ആവശ്യം. വിശദമായ വാർത്തകളിലേക്ക്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് തൂങ്ങി മരിച്ചു. അമ്പലവയൽ നെല്ലാറച്ചാൽ പുതുപ്പാടി ഉന്നതിയിലെ ഗോകുലാണ് മരിച്ചത്. കാണാതായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെയും ഗോകുലിനെയും ഇന്നലെ കോഴിക്കോട് നിന്നും കണ്ടെത്തിയിരുന്നു. രാത്രിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച ഗോകുലിനെ സ്റ്റേഷനിൽ നിർത്തി രാവിലെ ശുചിമുറിയിൽ കയറി ഷർട്ടിൽ തൂങ്ങി മരിക്കുകയായിരുന്നു. അമ്പലവയൽ നെല്ലാറച്ചാൽ പുതിയ പാടി ഉന്നതിയിലെ ചന്ദ്രൻ ഓമന ദമ്പതികളുടെ മകൻ 18-കാരനായ ഗോകുലാണ് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ചത്. ഇന്ന് രാവിലെ 8 മണിയോടെയായിരുന്നു സംഭവം. കഴിഞ്ഞ 27-ാം തീയതി എടുത്ത ഒരു മൈനർ മിസ്സിംഗ് കേസിൽ നമുക്ക് ഇന്നലെ വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് സിറ്റിയിൽ നിന്ന് വനിതാസിൽ നിന്ന് നമുക്ക് വിവരം കിട്ടിയത്. അവിടെ ഇവരെ ട്രേസ് ആയതെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ തന്നെ മെഡിക്കൽ നടത്തി നമുക്ക് കൽപ്പറ്റ സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെല്ലുമ്പോൾ കൂടെയുള്ള ഇന്ന് ഈ ഡിസീസായ ഒരു ഗോകുൽ എന്ന പയ്യൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. നമുക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്. കാണാതായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ കൂടെ കോഴിക്കോട് വെച്ച് ഗോകുലിനെ കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയിൽ ഗോകുലിനെയും പെൺകുട്ടിയെയും കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചു. പെൺകുട്ടിയെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭയകേന്ദ്രമായ സഖിയിൽ പാർപ്പിച്ചു. രാവിലെ ബന്ധുക്കളെ വിളിച്ചു വരുത്തിയ ശേഷം ഗോകുലിനെ പറഞ്ഞുവിടാനായിരുന്നു നീക്കം. ബന്ധുക്കളെ വിവരമറിയിക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് തനിക്ക് ബാത്റൂമിൽ പോകണമെന്ന് ഗോകുൽ പറയുന്നത്. ശുചിമുറിയിൽ കയറിയ ഗോകുൽ വാതിൽ തുറക്കാത്തതിനെ തുടർന്ന് പോലീസ് വാതിൽ ചവിട്ടിപ്പൊളിക്കുകയായിരുന്നു. ഗോകുൽ ധരിച്ചിരുന്ന ഷർട്ടിലാണ് തൂങ്ങി മരിച്ചിട്ടുള്ളത്. പ്രൊസീജിയർ ഇപ്പോൾ കുറേ പ്രൊസീജിയറുകളുണ്ട്. ഇപ്പോൾ FIR ഏകദേശമായിട്ടുണ്ട്. അത് 194 BNSS പ്രകാരം നമ്മൾ ഒരു കേസ് എടുക്കുന്നുണ്ട്. ഇൻക്വസ്റ്റ് ആഡിയോ ഇൻക്വസ്റ്റ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിൻ്റെ പാനലിൽ വെച്ചിട്ട് ചെയ്യേണ്ടി വരും. ഉടൻ തന്നെ അഴിച്ചെടുത്ത കൽപ്പറ്റയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപ്പോഴേക്കും മരണപ്പെട്ടിരുന്നു. സംഭവത്തെക്കുറിച്ച് എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് അന്വേഷണം നടത്തുമെന്ന് ജില്ലാ പോലീസ് മേധാവി തപോഷ് ബസുമതാരി പറഞ്ഞു. പോലീസുകാരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ വിധേയമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇല്യാസ്, മലനാട് ന്യൂസ്, കൽപ്പറ്റ. പോലീസ് സ്റ്റേഷനിൽ യുവാവ് ആത്മഹത്യ ചെയ്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. ബിജെപി പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വരും ദിവസങ്ങളിൽ വിവിധ സംഘടനകൾ സമരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഗോകുലിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി 4 മണിയോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിജേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് നടത്തിയത്. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. സംഭവ സമയത്തെ CCTV ദൃശ്യങ്ങൾ കാണണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരും BJP പ്രവർത്തകരും രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെ
BJP കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞു. BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ ഉദ്ഘാടനം ചെയ്തു. ഗോകുലിന്റെ ആത്മഹത്യയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസുകാർ ആരോപണ വിധേയരായതിനാൽ തന്നെ ഉന്നതതല അന്വേഷണം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെയും വിവിധ സംഘടനകൾ പ്രക്ഷോഭം നടത്താൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിജേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. മലനാട് ന്യൂസ്, കൽപ്പറ്റ. ഗോകുൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് മലവയൽ. പോലീസിന്റെ ഭാഗത്തുനിന്നും ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ പോലീസ് സ്റ്റേഷനിൽ പോലും സൂക്ഷിക്കാൻ പോലീസുകാർക്ക് കഴിഞ്ഞിട്ടില്ല. 7:45 ശുചിമുറിയിൽ കയറിയ ഗോകുൽ ഏറെ നേരം കഴിഞ്ഞിട്ടും പുറത്തിറങ്ങിയിട്ടില്ല. ഇതിൽ നിന്നും ജാഗ്രതക്കുറവ് വ്യക്തമാണ്. വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും പ്രശാന്ത് മലവയൽ. സ്വാഭാവികമായിട്ടും വീട്ടുകാർ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഒരു മിസ്സിംഗ് കേസാണ്. ഇത് രണ്ടും മിസ്സിംഗ് കേസാണ്. പയ്യൻ മിസ്സായതാണ്, പെൺകുട്ടി മിസ്സായതാണ്. ആളെ തിരിച്ച് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവരെ ആദ്യം അറിയിക്കേണ്ടത് വീട്ടുകാരെയായിരുന്നു. അത് അറിയിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഈ കസ്റ്റഡിയിൽ വെക്കുമ്പോൾ തന്നെ ഇപ്പോൾ പ്രത്യേകിച്ച് ആദിവാസി വിഭാഗത്തിലെ ഒരു പയ്യൻ, പെൺകുട്ടി പ്രായപൂർത്തിയാവാത്തത്, അപ്പോൾ കുറച്ചുകൂടി കരുതൽ നിർബന്ധമായിട്ടും വേണമായിരുന്നു. കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ ആദിവാസി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ശക്തമായ അന്വേഷണം വേണമെന്ന് KPCC അംഗം PP ആലി ആവശ്യപ്പെട്ടു. പോലീസിന് ഗുരുതരമായ വീഴ്ചയാണ് പറ്റിയിട്ടുള്ളത്. CCTV ദൃശ്യങ്ങൾ കാണിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും പോലീസ് ആദ്യം തയ്യാറായിരുന്നില്ല. ഗോകുലിന്റെ വീട്ടിൽ യഥാസമയം അറിയിക്കുന്നതിലും പോലീസിന് വീഴ്ച പറ്റിയിട്ടുണ്ട്. ശക്തമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. അത് പോലീസിൻ്റെ വന്നൊരു വീഴ്ചയാണ് സ്വാഭാവികമായിട്ടുണ്ടായിട്ടുള്ളത്. ഇതിൽ എന്തൊക്കെ നടന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് CCTV പരിശോധിക്കണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടണം. ആ കാര്യങ്ങൾ വന്നാൽ ഇത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയുള്ളൂ. ഏതായാലും ഉണ്ടായൊരു വിഷയം അവരുടെ വീട്ടുകാരെ അറിയിക്കുന്നതിനും വലിയ വീഴ്ചയാണ് പോലീസിന് പറ്റിയിട്ടുള്ളത്. പോലീസ് പറയുന്ന അമ്പലവർ പോലീസ് അറിയിച്ചിട്ടുണ്ടെന്ന്. സാധാരണ ST പ്രൊമോട്ടർമാരെ അറിയിക്കാറുണ്ട്, ബന്ധപ്പെട്ട പഞ്ചായത്ത് മെമ്പർമാരെ അറിയിക്കാറുണ്ട്. ഇത്ര ഒരു ഗൗരവമുള്ള കേസ്. ഒരു ഗൗരവം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൽ എന്തൊക്കെ വീഴ്ച വന്നിട്ടുണ്ടെന്ന് സ്വന്തമായ അന്വേഷണം നടത്തണം. ഗോകുലിന്റെ ആത്മഹത്യയിൽ പോലീസിന് വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കണമെന്ന് ആദിവാസി ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് വിശ്വൻ ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യകരമായ സംഭവമാണ് ഉണ്ടായത്. സംഭവത്തിൽ കൃത്യമായ അന്വേഷണം വേണം. സമാനമായ കേസുകളിൽ പോലീസ് ഇടപെടൽ കുറെ കൂടി ജാഗ്രതയോടെ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ ഗോകുൽ എന്ന് പറയുന്ന പയ്യൻ സാധാരണ രീതിയിൽ ഉത്സവത്തിന് പോകാമെന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എന്നതാണ് വീട്ടുകാരോടുമായി സംസാരിച്ചപ്പോൾ അറിയാൻ വേണ്ടി കഴിഞ്ഞത്. അങ്ങനെ സാധാരണ രീതിയിൽ പോയി നിൽക്കലൊക്കെ ഉണ്ട്. പെങ്ങന്മാരുടെ വീട്ടിലൊക്കെ പോയി നിൽക്കലുണ്ട്. അതിനുശേഷം കാണാത്തതിന് ശേഷമാണ് ഇന്നലെയാണ് കോഴിക്കോട് നിന്നും ഈ ഗോകുലിനെയും കൂടെ ഒരു പെൺകുട്ടീനെയും അവിടുത്തെ പോലീസ് ഇങ്ങോട്ട് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ യാദൃശ്ചികമായിട്ടാണ് ഗോകുൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. കാരണം വീട്ടുകാരോട് ഡീറ്റെയിൽസ് എടുത്ത് വരാൻ വേണ്ടി പറയുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു മരണം സംഭവിച്ചിട്ടുള്ളത്. കർണാടകയിൽ വാഹനാപകടത്തിൽ 2 പേർ മരണപ്പെട്ടു, 3 പേർക്ക് പരിക്ക്. മലപ്പുറം സ്വദേശികളാണ് മരണപ്പെട്ടതെന്നാണ് ലഭിക്കുന്ന സൂചന. നഞ്ചൻകോട് ബേഗൂരിന് സമീപം ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. കേരള രജിസ്ട്രേഷൻ കാറും കർണാടക രജിസ്ട്രേഷൻ ട്രാവലറും കൂട്ടിയിടിച്ചാണ് അപകടം. പരിക്കേറ്റ 3 പേരെ മൈസൂരുവിലെ ആശുപത്രിയിലേക്ക് മാറ്റി. വാർത്തകളിലേക്ക്. കാന്തൻപാറ പ്രദേശങ്ങളിൽ കാട്ടാനയുടെ വിളയാട്ടം. ഇന്ന് രാവിലെയാണ് കാന്തൻപാറ വെള്ളച്ചാട്ടത്തിന് സമീപം കാട്ടാനക്കൂട്ടത്തെ പ്രദേശവാസികൾ കണ്ടത്. നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രദേശമായതിനാൽ കാട്ടാനകളെ തുരത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പുൽപ്പള്ളി പഞ്ചായത്തിലെ ചാത്തമംഗലത്ത് കാട്ടാനശല്യം രൂക്ഷമാകുന്നു. കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി നിരവധി കർഷകരുടെ കൃഷി നശിപ്പിച്ചു. വനാതിർത്തിയിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങാൻ കാരണം. വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമാണ് വീട്ടിമൂലക്കടുത്ത ചാത്തമംഗലം. കഴിഞ്ഞ ദിവസം കൈനിക്കുടിയിൽ ബേബിയുടെ കൃഷിയിടത്തിലെ വാഴക്കൃഷി പൂർണ്ണമായും ആന നശിപ്പിച്ചു.
100ഓളം വാഴകളാണ് ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതാക്കിയത്. ഈ പ്രദേശത്ത് ഇടയ്ക്കിടെ കാട്ടാനകൾ ഇറങ്ങി വൻ നാശം ഉണ്ടാക്കാറുണ്ട്. ഇത് സംബന്ധിച്ച് വനപാലകർ നിരവധി തവണ പരാതികൾ നൽകിയിട്ടും യാതൊരു പരിഹാരവും ഉണ്ടായിട്ടില്ല. വനാതിർത്തിയിൽ തൂക്ക് ഫെൻസിംഗ് സ്ഥാപിച്ചാൽ വന്യജീവി ശല്യം ഇല്ലാതാക്കാൻ കഴിയുമെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു. കഴിഞ്ഞ രാത്രി ഫെൻസിങ് കമ്പി പൊട്ടിച്ചിട്ടാണ് ആന പറമ്പിൽ കയറി ഏതാണ്ട് ഒരു 80-85 100ൻ്റെ അടുത്തുള്ള വാഴ മൊത്തം കൂട്ട കയറി വന്നത്. എല്ലാ വർഷവും ഇത് തന്നെ സ്ഥിതി. ഇവിടെ വനത്തിനടുത്ത് താമസിച്ച് ഞങ്ങൾക്കൊന്നും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു കൃഷി ചെയ്യാൻ പറ്റില്ല, നെൽകൃഷി ചെയ്യാൻ പറ്റില്ല, പറമ്പിൽ ഒരു കൃഷി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാകാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെ 10-100 വാഴ പോയിക്കേണ്ട അപേക്ഷ കൊടുത്തിട്ട് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആനുകൂല്യം കിട്ടിയാൽ മാത്രമേ കൃഷിക്കാർക്കൊരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ. എന്ത് കൃഷി ചെയ്യണം മറ്റേ ഇതിപ്പോൾ ഇത് കൊലയ്ക്കാറായ വാഴ ഒരു 85-90 വാഴയോളം മുഴുവനും ആന നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. അത് തിന്ന് വരെ കഴിഞ്ഞു. ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. മുമ്പ് കാട്ടാനക്കൂട്ടമുണ്ടാക്കിയ കൃഷിനാശത്തിന് ഇതുവരെ നഷ്ടപരിഹാരവും ലഭ്യമാക്കിയിട്ടില്ല. പ്രദേശത്തെ കാട്ടാനശല്യത്തിന് ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പുൽപ്പള്ളി. പുലിഭീതിയിൽ ചീരാൽ കല്ലിങ്കര പ്രദേശം. കഴിഞ്ഞ ദിവസം വൈകിട്ട് വളർത്തുനായയോടൊപ്പം നടക്കാനിറങ്ങിയ ആദർശ് എന്ന യുവാവാണ് പുലിയെ കണ്ടത്. കല്ലിങ്കരയിലെ സ്വകാര്യ എസ്റ്റേറ്റിലെ കുന്നിൽ പാറക്കൂട്ടത്തിന് മുകളിലാണ് പുലിയെ കണ്ടത്. ചീരാൽ കല്ലിങ്കരയിലാണ് കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. വേടൻകോട് എസ്റ്റേറ്റിലെ പാറയ്ക്ക് മുകളിലാണ് കല്ലിങ്കര ചോലയ്ക്കൽ ബാബുവിന്റെ വീട്ടിൽ വിരുന്നെത്തിയ ആദർശ് എന്ന യുവാവ് പുലിയെ കണ്ടത്. വൈകിട്ട് 5 മണിയോടെ വളർത്തുനായ്ക്കൊപ്പം നടക്കാനിറങ്ങിയപ്പോഴാണ് ഇയാൾ പുലിയെ കണ്ടത്. പുലിയുടെ ദൃശ്യവും ആദർശ് തന്റെ മൊബൈലിൽ പകർത്തി. സംഭവത്തെ തുടർന്ന് വനപാലകർ എത്തി പ്രദേശത്ത് പരിശോധന നടത്തി. മാസങ്ങളായി പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുണ്ട്. 1 മാസം മുൻപ് ബത്തേരി റോഡിൽ ചീരാൽ പെട്രോൾ പമ്പിന് സമീപവും പുലിയെ നാട്ടുകാർ കണ്ടിരുന്നു. ഇതിനിടെ വീണ്ടും പുലിയെ കണ്ടതോടെ നാട്ടുകാർ ഭീതിയിലായിരിക്കുകയാണ്. മലനാട് ന്യൂസ്, ബത്തേരി. കമ്പളക്കാട് ടൗണിൽ തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ 4 കുട്ടികൾക്ക് പരിക്കേറ്റു. ആക്രമണകാരികളായ തെരുവുനായ്ക്കളെ നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത്. കമ്പളക്കാട് ടൗണിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 4 കുട്ടികൾക്ക് പരിക്കേറ്റു. ഇന്നലെ രാവിലെയും വൈകിട്ടുമായാണ് തെരുവുനായ്ക്കൾ കുട്ടികളെ ആക്രമിച്ചത്. ജാർഖണ്ഡ് സ്വദേശി സുരാജിന്റെ മക്കളായ ഓം ശിവം, റാസി എന്നിവർക്കും കമ്പളക്കാട് അറക്കവീട്ടിൽ നൌഷാദിന്റെ മകൻ മുഹമ്മദ് സഹാനുമാണ് പരിക്കേറ്റത്. ഇവരെ കൈനാട്ടി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഭീതിയോടെയാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ പുറത്തിറങ്ങുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ കമ്പളക്കാട് പരിസരത്ത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഇതുപോലെ കമ്പളക്കാട് സ്കൂൾ റോഡിന് നായ കുട്ടികൾ ഓടിച്ചതിന്റെ ഭാഗമായിട്ട് കുട്ടികൾ വീഴുകയും പരിക്ക് പറ്റുകയൊക്കെ ചെയ്ത് ആരോഗ്യത്തിൽ മറ്റൊക്കെ ചികിത്സ നേടിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ പോലും ഞങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ ആവശ്യപ്പെടാനേ നമുക്ക് പറ്റുള്ളൂ. കാരണം പഞ്ചായത്തിന് ഇതിനൊന്നുമില്ല, പ്രത്യേകിച്ച് റോഡ് കാര്യങ്ങളൊന്നുമില്ല. ബസ് സ്റ്റാൻഡ്, പണിതീരാത്ത കടമുറികൾ, ആളൊഴിഞ്ഞ ഗ്രൗണ്ടുകൾ തുടങ്ങി പഞ്ചായത്തിലെ പ്രധാന ഭാഗങ്ങളിലെല്ലാം തെരുവുനായ്ക്കളുടെ സാന്നിധ്യം കൂടുതലായെന്നും റോഡുകളിൽ കൂട്ടമായി നിൽക്കുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾ അടുത്തെത്തുമ്പോൾ ഓടിയെടുക്കുന്നതും വെപ്രാളത്തിനിടെ ഇരുചക്ര വാഹനങ്ങൾ മറിയുന്നതുമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവയെ പിടികൂടി നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മലനാട് ന്യൂസ്, കണിയാമ്പറ്റ. ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ ചെതലയത്തെ വെള്ളച്ചാട്ടം കാണാനെത്തുന്നവർ നിരാശരായി മടങ്ങുന്നു. വനംവകുപ്പിന്റെ അധീനതയിലുള്ള വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം നിരോധിച്ചതാണ് സഞ്ചാരികളെ നിരാശരാക്കുന്നത്. വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം അനുവദിച്ചാൽ സർക്കാരിന് വരുമാനവും നിരവധി പേർക്ക് തൊഴിലും പ്രദേശത്തിന്റെ വികസനവും സാധ്യമാകുമെന്നും പ്രദേശവാസികൾ. ചെതലയത്ത് നിന്നും 2 കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാൽ വെള്ളച്ചാട്ടത്തിലെത്താം. 1.5 പതിറ്റാണ്ട് മുമ്പ് വരെ ഇവിടെ നിരവധി സഞ്ചാരികളാണ് വെള്ളച്ചാട്ടം കാണാൻ എത്തിയിരുന്നത്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ഇവിടേക്കുള്ള പ്രവേശനം വനംവകുപ്പ് നിരോധിക്കുകയായിരുന്നു. നിരോധനം കഴിഞ്ഞ് 1.5 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഇപ്പോഴും ഈ വെള്ളച്ചാട്ടത്തിന് സ്ഥാനമുണ്ട്. കൂടാതെ വെള്ളച്ചാട്ടം സൂചിപ്പിക്കുന്ന ടൂറിസം വകുപ്പിന്റെ ബോർഡുകൾ ജില്ലയുടെ അതിർത്തികളിൽ ഇപ്പോഴും കാണാനുണ്ട്. ഇത് കണ്ട് ഇവിടെ എത്തുന്ന സഞ്ചാരികളാണ് ഇപ്പോൾ നിരാശരായി മടങ്ങുന്നത്. ഇപ്പോൾ ചുരം കയറി ഇങ്ങോട്ട് വരികയാണെങ്കിലും മുത്തങ്ങന്ന് ഇങ്ങോട്ട് കർണാടകയിൽ നിന്ന് വരികയാണെങ്കിലും ഒക്കെ വാട്ടർഫാളത്തേക്ക് ഇത്ര കിലോമീറ്റർ എന്ന് പറഞ്ഞ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെള്ളച്ചാട്ടവും നല്ലൊരു സ്ഥലവുമാണ്. പക്ഷേ ഇപ്പോൾ ഒരു 10-12 വർഷമായി അത് അടച്ചിട്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് വിടുന്നില്ല. ഇഷ്ടംമാതിരി ആളുകൾ മറ്റ് ജില്ലകളിൽ നിന്നും സംസ്ഥാനത്തു നിന്നും ഈ വിവരം അന്വേഷിച്ച് ഇവിടെ വന്ന് തിരിച്ചു പോവുകയാണ്.
ഇത് തുറന്നു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു വരുമാനം ഗവൺമെൻറ്റിനും കിട്ടും, ഇവിടുത്തെ ആളുകൾക്കും പിന്നെ ഒരു കച്ചവടവും ഈ നാടിനൊരു വികസനവും ഇതൊക്കെ വരും. പക്ഷേ ഇതുവരെയും തുറക്കാനൊരു പ്രവർത്തനമായിട്ട് ആരും മുന്നോട്ട് വരുന്നത് കാണുന്നില്ല. ഈ വെള്ളച്ചാട്ടം നിയന്ത്രണങ്ങളോടെ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയാൽ വനംവകുപ്പിന് വരുമാനമാകും, നിരവധി പേർക്ക് തൊഴിലും, പ്രദേശത്തെ വികസനവും സാധ്യമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ജില്ലയിലെ ആശുപത്രികളിൽ ഡിവൈഎഫ്ഐ നടത്തുന്ന പൊതിച്ചോർ വിതരണം 7 വർഷം പിന്നിടുന്നു. ഇതുവരെ എത്തിച്ചത് 11 ലക്ഷത്തിലധികം പൊതിച്ചോറുകൾ. 7 വർഷം മുൻപ് മാനന്തവാടി ജില്ലാ ആശുപത്രി, കൽപ്പറ്റ ജനറൽ ആശുപത്രി, വൈത്തിരി ബത്തേരി താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങളിലാണ് ഡിവൈഎഫ്ഐ പദ്ധതി തുടങ്ങിയത്. 608 യൂണിറ്റും 65 മേഖലാ കമ്മിറ്റികളും 8 ബ്ലോക്ക് കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ 2585 ദിവസങ്ങളിലായി 11.5 ലക്ഷത്തിലധികം പൊതിച്ചോറുകളാണ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലെ ആശുപത്രികളിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഡിവൈഎഫ്ഐ എത്തിച്ചത്. ഓരോ വർഷവും വിവിധ ഭാഗങ്ങളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചു. 4 വർഷം മുൻപ് മീനങ്ങാടിയിലും വിതരണം തുടങ്ങി. മാനന്തവാടി ജില്ലാ ആശുപത്രി മെഡിക്കൽ കോളേജ് ആക്കിയപ്പോൾ പ്രത്യേക കൗണ്ടർ സ്ഥാപിച്ചാണ് പൊതിച്ചോർ വിതരണം ചെയ്തത്. 2019 മുതൽ ആരംഭിച്ച് ഇന്ന് 2025 ഭഗത് സിംഗ് രക്തസാക്ഷി ദിനമായ മാർച്ച് 23-ാം തീയതിയിൽ എത്തി നിൽക്കുമ്പോൾ വയനാട് ജില്ലയിലെ 5 കേന്ദ്രങ്ങളിലായി നമ്മൾ പൊതിച്ചോറിൻ്റെ വിതരണം നടത്തുകയാണ്. വയനാട് മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ, വൈത്തിരി ബത്തേരി താലൂക്ക് ആശുപത്രി, പുൽപ്പള്ളി, മീനങ്ങാടി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഹൃദയപൂർവ്വം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള പൊതിച്ചോറ് വിതരണം വളരെ കൃത്യമായി ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഏറ്റെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ദിവസവും ശരാശരി 500 ഭക്ഷണപ്പൊതികളാണ് കൈമാറുന്നത്. ക്യാമ്പിന്റെ 7ാം വാർഷികം വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി കെ എം ഫ്രാൻസിസ്, പ്രസിഡന്റ് കെ ആർ ജിതിൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജസ്റ്റിൻ ബേബി തുടങ്ങിയവർ പങ്കെടുത്തു. പായസ വിതരണവും നടന്നു. മലനാട് ന്യൂസ്, മാനന്തവാടി. പുഞ്ചകൃഷി ഇറക്കിയ കർഷകർക്ക് ആശ്വാസമായി വേനൽ മഴ. നൂൽപ്പുഴയിലെ കണ്ണങ്കോട് പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ലഭിച്ചതോടെ പാടങ്ങളിൽ വെള്ളം നിറഞ്ഞതിനൊപ്പം കർഷകരുടെ മനവും നിറഞ്ഞിരിക്കുകയാണ്. ഇതുവരെ സമീപത്തെ തോട്ടിൽ നിന്നും വലിയ തുക ചെലവഴിച്ച് വെള്ളം പമ്പ് ചെയ്താണ് കർഷകർ നെൽകൃഷി സംരക്ഷിച്ചു പോന്നിരുന്നത്. ഇത്തവണ കണ്ണങ്കോട് പാടശേഖരത്തിൽ 17 കർഷകരാണ് പുഞ്ചകൃഷി ഇറക്കിയത്. വേനൽ മഴ കൃത്യസമയത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയോടെയായിരുന്നു കൃഷിയിറക്കൽ. എന്നാൽ വേനൽ മഴ വൈകിയതോടെ കൃഷി പ്രതിസന്ധിയിലായി. പാടങ്ങൾ ഉണങ്ങാൻ തുടങ്ങിയതോടെ സമീപത്തെ തോട്ടിൽ നിന്നും വെള്ളം പമ്പ് ചെയ്താണ് കർഷകർ ഇതുവരെ കൃഷി സംരക്ഷിച്ചത്. തോട്ടിലും ജലനിരപ്പ് ഗണ്യമായി താഴ്ന്നതോടെ കൃഷിനാശമുണ്ടാകുമെന്ന സമയത്താണ് വൈകിയാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല മഴ ഈ പ്രദേശത്ത് ലഭിച്ചത്. ഇതോടെ പാടങ്ങൾ ജലസമൃദ്ധമായി കർഷകരുടെ മനവും നിറഞ്ഞിരിക്കുകയാണ്. 14 ഏക്കറോളം സ്ഥലം കൃഷി ചെയ്തിട്ടുണ്ട്. മഴ പെയ്തതുകൊണ്ട് ഒരാഴ്ചയായിട്ട് വെള്ളം അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. മഴ ഒരു അനുകൂലമാണ് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ. അതുകൊണ്ട് ഈ കൊല്ലം വരൾച്ചയെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് കൃഷിക്കാരുടെ പ്രതീക്ഷ. ഇപ്പോൾ ലഭിച്ച മഴ കൃഷിക്ക് ഏറെ ഗുണകരമാണെന്നും ഇത്തവണ വരൾച്ചയിൽ നിന്നും കൃഷിയെ സംരക്ഷിക്കാനാകുമെന്നുമാണ് കർഷകർ പ്രതീക്ഷിക്കുന്നത്. മലനാട് ന്യൂസ്, ബത്തേരി. ഇനി കമ്പോള നിലവാരം. കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് 430, ഉണ്ടക്കാപ്പി കിലോയ്ക്ക് 265, കുരുമുളക് വയനാടൻ കിലോയ്ക്ക് 690, കുരുമുളക് ചേട്ടൻ കിലോയ്ക്ക് 680, നേന്ത്രക്കായ കിലോയ്ക്ക് 48, ഇഞ്ചി ചാക്കിന് 1300, ചേന ചാക്കിന് 3000, റബ്ബർ കിലോയ്ക്ക് 190, സ്വർണ്ണപ്പവന് 68,080, വെള്ളി ഗ്രാമിന് 112.